അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം, നാം വീട്ടിലേക്ക് കയറുന്ന സമയത്തും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും വീട്ടിലുണ്ടാവുമ്പോഴും ചെയ്യേണ്ട കുറച്ച് മര്യാദകളും പാലിക്കേണ്ട അദബുകളെക്കുറിച്ചുമൊക്കെയാണ്. ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് പിശാച് അകന്നു പോവുകയും നമ്മുടെ വീട്ടിൽ റഹ്മത്തും ബറക്കത്തും സമാധാനവും ഉണ്ടാവുകയും ചെയ്യും തുടങ്ങിയ വളരെ കുറഞ്ഞ വാക്കുകളാണ് ഇന്ന് സംസാരിക്കുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തുമൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. ദുആക്ക് ആമീൻ കമൻ്റായി രേഖപ്പെടുത്തുക. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നൊക്കെ കമൻ്റായി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആരംഭപ്പൂവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് ചെയ്ത് കാണിച്ചു തന്ന ചില മര്യാദകളുണ്ട്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴുമൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. നാം വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വലത് കാല് വെച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറണം. ഒന്നാമത്തെ കാര്യം അതാണ്, വലത് കാല് വെച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറുക. കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ലുക. ബിസ്മി ചൊല്ലിയാലുള്ളതായിരിക്കുന്ന നേട്ടം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് കാണാം. വീട്ടിലുള്ളതായിരിക്കുന്ന ശൈത്വാനും അവൻ്റെ മക്കളും പറയും, ഇന്നത്തെ ഈ വീട്ടിൽ നമുക്ക് ഇന്ന് താമസമില്ല, ഈ വീട്ടിൽ ഇന്ന് നമുക്ക് താമസിക്കാൻ പറ്റില്ല, ഈ വീട്ടിലേക്ക് കയറിയ മനുഷ്യൻ ബിസ്മി ചൊല്ലിയിട്ടാണ് കയറിയിട്ടുള്ളത്, അതുകൊണ്ട് നമുക്കിന്ന് ഈ വീട്ടിൽ താമസമില്ല എന്ന് ശൈത്വാൻ അവൻ്റെ മക്കളോട് പറയും. മാത്രവുമല്ല, ആ വീട്ടിലുള്ള ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിച്ചാൽ ശൈത്വാൻ അവിടെ നിന്ന് പറയും, ഇന്ന് നമുക്ക് ഭക്ഷണവുമില്ല, ഇവർ ഭക്ഷണം കഴിച്ച സമയത്തും ബിസ്മി ചൊല്ലിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിന്ന് ഈ വീട്ടിൽ താമസവുമില്ല, ഭക്ഷണവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്വാൻ ആ വീട്ടിൽ നിന്ന്, ശൈത്വാനും അനുയായികളും മക്കളും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ കാര്യമാണ് ഇത്, ബിസ്മി ചൊല്ലി വീട്ടിലേക്ക് കയറുക എന്നുള്ളത്. മാത്രമല്ല, കയറുന്ന സമയത്ത് വീട്ടുകാരോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുക. വീട്ടിൽ ആളില്ലെങ്കിലും നാം സലാം പറയണമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അങ്ങനെ സലാം പറഞ്ഞാൽ ആ സലാം പറഞ്ഞ വ്യക്തിക്കും വീട്ടുകാർക്കും അല്ലാഹു തആല ബറക്കത്ത് നൽകുമെന്നാണ്. നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ അത് വലിയ കാരണമായി തീരും. സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറുക, അതുപോലെ തന്നെ വലത് കാല് വെച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറുക. ഇപ്പോൾ 3 കാര്യങ്ങൾ നാം പറഞ്ഞു. ഒന്ന്, വലത് കാല് വെച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറുക, ബിസ്മി ചൊല്ലുക, വീട്ടുകാരോട് സലാം പറയുക. ഇനി വീട്ടിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ ദിക്റുകൾ നാം ചൊല്ലണം. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മിസ്വാക്ക് ചെയ്യൽ സുന്നത്താണ്, ബ്രഷ് ചെയ്യൽ സുന്നത്താണ് എന്ന് മഹദിയായിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു പോയി വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, വീടിൻ്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ മുത്തുനബി മിസ്വാക്ക് ചെയ്യുമായിരുന്നു എന്ന് മഹദിയായിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നാം മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വീടിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നാം ദിക്ർ ചൊല്ലണം. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലോ അതല്ലെങ്കിൽ മറ്റു സമയങ്ങളിലൊക്കെ ദിക്ർ ചൊല്ലാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത് കാണാം, അള്ളാഹുവിനെ സ്മരിക്കാത്ത വീട്, ഖുർആൻ പാരായണം ഓതാത്ത, ദിക്ർ ചൊല്ലാത്ത വീട്, അതും ഖബർസ്ഥാനും ശ്മശാനവും ഒരുപോലെയാണ് എന്ന്. മരിച്ച ആളുകളെ മറവ് ചെയ്യുന്ന ശ്മശാനം, ആ പൊതു ശ്മശാനവും അതുപോലെ തന്നെ ദിക്റും ഖുർആൻ പാരായണമൊന്നും ചൊല്ലാത്ത വീടും സമമാണെന്ന്
മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ ദിക്ർ ചൊല്ലുന്ന വീടുകളാണെങ്കിലേ ആ വീട്ടിലെ ജീവനുള്ളൂ എന്ന് മുത്തുനബി പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടകങ്ങൾ എപ്പോഴും ജീവനുള്ളതാവണം. അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ചുകൊണ്ട് നാം ഖുർആൻ പാരായണം ദായിമാക്കണം. അതുപോലെ തന്നെ ദിക്റുകളും നാം ചൊല്ലണം. മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു ഇരുത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ള ദിക്ർ തസ്ബീഹ് നാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഇനി മക്കളാരുമില്ല എന്നാൽ വീട്ടിലുള്ള ഉമ്മമാരാണെങ്കിലും സഹോദരിമാരാണെങ്കിലും ഒക്കെ നിങ്ങൾ അടുക്കളയിലാണെങ്കിലും ഏത് ജോലിയിലാണെങ്കിലും ആ തസ്ബീഹിനെ നിങ്ങൾ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് മഗ്‌രിബിന് മുമ്പ് പ്രത്യേകം ചൊല്ലണം. നമ്മുടെ പള്ളികളിലൊക്കെ ഒരു കാലത്ത് നമ്മുടെ പള്ളികളിലൊക്കെ മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് എല്ലാവരും ജമാഅത്തിന് വന്ന് പ്രതീക്ഷിച്ചിരുന്നു കൊണ്ട് ഈ തസ്ബീഹ് ധാരാളമായി ചൊല്ലിയിരുന്ന ഒരു രംഗമുണ്ടായിരുന്നു. പള്ളി ദർസുകളൊക്കെ കൂടുതൽ മുത്തഅല്ലിമീങ്ങളൊക്കെയുള്ള പള്ളി ദർസുകളിലൊക്കെ വളരെ മനോഹരമായിട്ട് ഈ ദിക്ർ നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഈ മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് ഈ ദിക്റിനെ നാം ധാരാളമായി നമ്മുടെ വീടുകളിൽ വെച്ചുകൊണ്ട് ചൊല്ലണം. മുത്തുനബി പഠിപ്പിച്ചതാണ് ദിക്ർ ചൊല്ലുന്ന അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടുകളാണ് ജീവനുള്ള വീട്. ആ അള്ളാഹുവിനെ സ്മരിക്കാത്ത ദിക്ർ ചൊല്ലാത്ത വീട് അത് മരിച്ച വീട് പോലെയാണ്. അതുകൊണ്ട് തന്നെ ദിക്ർ നമ്മുടെ വീട്ടിൽ നാം ദായിമാക്കണം. അടുത്ത കാര്യം, നാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ചുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അത് ഹജ്ജിന് പോവുകയാണ്, ഞാൻ നല്ലൊരു കാര്യത്തിനല്ലേ പോകുന്നത്, ഹജ്ജിനല്ലേ പോകുന്നത്, അതുകൊണ്ട് വലത് കാല് വെച്ച് പോകട്ടെ എന്ന് കരുതാൻ പാടില്ല. ഹജ്ജിനാണെങ്കിലും ഏത് കർമ്മത്തിനാണെങ്കിലും നാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത് കാല് വെച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ഇറങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ടാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ മുത്തുനബി പഠിപ്പിക്കുന്നത് കാണാം, ശൈത്വാനിനെ തൊട്ട് അവന് അല്ലാഹു തആല സംരക്ഷണം നൽകും. മാത്രവുമല്ല പ്രത്യേകമായിരിക്കുന്ന ഹഫളത്തിൻ്റെ മലായികത്തുകൾ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നും അവൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരെ അവനിക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായിരിക്കുകയില്ല എന്നുമൊക്കെ മുത്തുനബി നമ്മെ പഠിപ്പിച്ച ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നാമത്, വീട്ടിലേക്ക് കയറുന്ന സമയത്ത് വലത് കാല് വെച്ചുകൊണ്ട് കയറുക, ബിസ്മി ചൊല്ലുക, വീട്ടുകാരോട് സലാം പറയുക, വീട്ടിനുള്ളിൽ ദിക്റുകൾ ദായിമാക്കുക. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇടത് കാല് വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക. അതുപോലെ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലുക. ഈ 6 കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിത്യമായി ചെയ്യേണ്ട മര്യാദ എന്നോണം നാം പാലിക്കേണ്ട കാര്യമാണ് ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധമായിരിക്കുന്ന റമളാനു ശരീഫിലാണല്ലോ നാം ഉള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ രാവ് റമളാൻ 29-ാം രാവാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ദിക്റുകളും ഇബാദത്തുകളുമൊക്കെ ഇനിയുള്ള നിമിഷങ്ങളിൽ നാം ധാരാളമായി അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തആല നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനെ കൊണ്ട് വിജയിച്ച മുഅ്മിനീങ്ങളിൽ അള്ളാഹു തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കോടാനക്കോടി ആളുകൾ അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ആ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ. ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.